കപ്പലിന്റെ ഹൃദയഭാഗമായ എഞ്ചിൻ സൈഡ് റാങ്കുകളെ കുറിച്ച് നോക്കാം. ചീഫ് എഞ്ചിനീയർ. എഞ്ചിൻ റൂമിലെ ഏറ്റവും ഉയർന്ന റാങ്കാണ് ചീഫ് എഞ്ചിനീയറുടേത്. കപ്പലിലെ ഏറ്റവും ഉയർന്ന ടെക്നിക്കൽ ഓഫീസർ ചീഫ് എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് തന്നെ കപ്പലിലെ എല്ലാ മെഷീനറീസിന്റെയും മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിംഗ്, അതുപോലെ കപ്പലിന് ആവശ്യമായ ഇന്ധനം നിറയ്ക്കൽ, ഇതിന്റെയൊക്കെ മേൽനോട്ടം ചീഫ് എഞ്ചിനീയറിനാണ്. അടുത്തതായി സെക്കൻഡ് എഞ്ചിനീയർ. കപ്പലിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന മെയിൻ എഞ്ചിന്റെ ഇൻചാർജ് വരുന്നത് സെക്കൻഡ് എഞ്ചിനീയറിനാണ്. അതുപോലെ എഞ്ചിൻ സൈഡിൽ എല്ലാവർക്കും ദിവസേനയുള്ള ജോലികൾ കൈമാറുന്നതും ആ ജോലികൾക്കൊക്കെ മേൽനോട്ടം വഹിച്ച് ചീഫ് എഞ്ചിനീയറിന് റിപ്പോർട്ട് നൽകുന്നതും സെക്കൻഡ് എഞ്ചിനീയർ ആണ്. അടുത്തത് ഇടിഒ, ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ. കപ്പലിലെ എല്ലാ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെയും മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിംഗ് ഇടിഒ ആണ്. അടുത്തത് തേർഡ് എഞ്ചിനീയർ. കപ്പലിലേക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററുകൾ, സ്റ്റീം ഉൽപ്പാദിപ്പിക്കുന്ന ബോയിലർ, ഇതിന്റെയൊക്കെ ഇൻചാർജും മെയിൻ്റനൻസും റിപ്പയറിംഗും ഒക്കെ തേർഡ് എഞ്ചിനീയറിനാണ് വരുന്നത്. അതുപോലെ തന്നെ 12-4 എഞ്ചിൻ റൂം വാച്ചും തേർഡ് എഞ്ചിനീയർ ആണ് ചെയ്യുന്നത്. ഇനി വരുന്നത് ഫോർത്ത് എഞ്ചിനീയർ. എയർ കംപ്രസർ, പ്യൂരിഫയർ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഇതിന്റെയൊക്കെ ഇൻചാർജും മെയിൻ്റനൻസും റിപ്പയറിംഗും ഫോർത്ത് എഞ്ചിനീയറിനാണ്. ഇന്ധനം നിറയ്ക്കുന്നതിന് ചീഫ് എഞ്ചിനീയറിനെ സഹായിക്കുക, ഡെയിലി ഫ്യൂൽ ടാങ്കുകളുടെ സൗണ്ടിങ് എടുക്കുക, അതുപോലെ തന്നെ ഏറ്റവും എഞ്ചിൻ റൂം വാച്ച്, ഇതൊക്കെ ഫോർത്ത് എഞ്ചിനീയറിന്റെ ഡ്യൂട്ടീസ് ആണ്. ഇനി എഞ്ചിൻ കേഡറ്റ്. ഇതൊരു ട്രെയിനിങ് പീരീഡ് ആണ്. പ്രത്യേകിച്ച് റെസ്പോൺസിബിൾ ഡ്യൂട്ടീസ് ഒന്നുമില്ല. എഞ്ചിൻ റൂമിലെ എല്ലാ ജോലികളിലും എല്ലാവരെയും സഹായിച്ച് ജോലികളൊക്കെ പഠിച്ചെടുത്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി എക്സാം എഴുതി ഫോർത്ത് എഞ്ചിനീയർ ആയി വരാം. അടുത്തത് ഫിറ്റർ. എഞ്ചിൻ റൂമിൽ വരുന്ന കട്ടിംഗ്, വെൽഡിംഗ്, ഫിറ്റിംഗ്, ലെയ്ത്ത് വർക്ക്, അതുപോലെ എഞ്ചിൻ റൂമിലെ എല്ലാ മെഷീനറീസിന്റെയും മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിംഗ് ജോലികളിലും എഞ്ചിനീയേഴ്സിനെ സഹായിക്കുക, ഇതൊക്കെയാണ് ഫിറ്ററിന്റെ ജോലികൾ. അടുത്തത് മോട്ടോർമാൻ അല്ലെങ്കിൽ ഓയിലർ. എഞ്ചിൻ റൂമിലെ മെഷീനറീസിന്റെ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യുക, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിംഗിന് സഹായിക്കുക, എഞ്ചിനീയേഴ്സിനെ എഞ്ചിൻ റൂം വാച്ചിന് സഹായിക്കുക, ഇതൊക്കെയാണ് മോട്ടോർമാന്റെ ജോലികൾ. അടുത്തത് വൈപ്പർ. എഞ്ചിൻ റൂമിലെ എല്ലാ മെഷീനറീസ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിംഗ് ജോലികളിൽ ഹെൽപ്പ് ചെയ്യുക, മെഷീനറി സ്പേസുകൾ വൃത്തിയായി സൂക്ഷിക്കുക, അതുപോലെയുള്ള ജോലികളാണ് വൈപ്പറിന് വരുന്നത്. അടുത്തത് ട്രെയിനി വൈപ്പർ. എഞ്ചിൻ റൂമിലെ എല്ലാ ജോലികളിലും എല്ലാവരെയും സഹായിച്ച് ജോലികളൊക്കെ പഠിച്ചെടുത്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി വൈപ്പറായി വരാം. മേൽ പറഞ്ഞതിനേക്കാൾ ഉത്തരവാദിത്തങ്ങൾ കപ്പലിൽ ഓരോ റാങ്കുകൾക്കും ഉണ്ട് എന്നതാണ് സത്യം. ഇതുപോലുള്ള കപ്പൽ വീഡിയോകൾക്കായി എൻ്റെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തു വെച്ചോ.